വൈഭവം തുടർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് എപ്പോഴും നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നം ഉണ്ടാവാറുണ്ടോ? നമുക്ക് മാക്സിമം ജനങ്ങളെ സേവിക്കാൻ പറ്റാനുള്ളൊരു അവസരം വർദ്ധിപ്പിച്ചുകൊണ്ട് ഇരിക്കണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി എന്ത് ചെയ്യണം? ഒന്ന്, നിലവിലുള്ള സ്ഥാപനം നമ്മൾ വളരെ ഭംഗിയായി കൊണ്ട് നടക്കുക, അതിൽ മാക്സിമം ജനങ്ങളെ നമ്മൾ സേവിക്കാൻ ശ്രമിക്കുക. പക്ഷേ ഓരോ ഔട്ട്ലെറ്റിനും അതിൻ്റെതായ ഒരു പരിമിതിയുണ്ട്. എത്ര ജനങ്ങളെ നമുക്ക് ഒരു ദിവസം നമുക്ക് സേവിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു തോട്ടിനെ വർദ്ധിപ്പിക്കണമെങ്കിൽ അപ്പോൾ ഓരോ ഔട്ട്ലെറ്റ്സ് അഡീഷണലായിട്ട് നമ്മൾ തുടർന്നുകൊണ്ട് ഓപ്പൺ ചെയ്യണം. അങ്ങനെ നമുക്ക് മാക്സിമം ജനങ്ങളെ സേവിക്കാനുള്ളൊരു അവസരം നമുക്ക് എത്തിപ്പെടുകയാണ്. അത് മാത്രമേ അതിലൊരു ഓപ്ഷനുള്ളൂ. അപ്പോൾ ആ ഒരു ആഗ്രഹത്തോടെ ഏക ലക്ഷ്യം കസ്റ്റമർ സർവീസ്, അതുകൂടാതെ ഇതിൽ വേറൊരു ലക്ഷ്യം ഇല്ല, വേറൊരു ലക്ഷ്യം ഉണ്ടാവാനും പാടില്ല. ഓഫ് കോഴ്സ് നമ്മൾ നല്ല രീതിയിൽ കസ്റ്റമർ സർവീസ് നമുക്ക് കൊടുക്കാൻ കഴിയുകയാണ് ചെയ്യുന്നത്, നമുക്ക് അതിൻ്റെതായ ഒരു ബെനിഫിറ്റ്സ് നമുക്ക് ആസ് എൻ ഓണേഴ്സ് നമുക്ക് ഉണ്ടാവും തീർച്ചയായിട്ടും. പക്ഷേ ആ ബെനിഫിറ്റ്സ് ഒരിക്കലും ലക്ഷ്യമാവാൻ പാടില്ല. ലക്ഷ്യം എന്നും കസ്റ്റമർ സർവീസ് മാത്രമേ ആവാവൂ. അപ്പോൾ ആ ഒരു തോട്ട് പ്രോസസ്സോടെ കൂടിയായിരുന്നു വൈഭവം തൃശ്ശൂർ ടൗണിലേക്ക് പ്രവേശിക്കേണ്ട ഒരു തീരുമാനം എടുത്തുക. അതുകൊണ്ടാണ് ജൂൺ 2026 മുതൽ വൈഭവം പൂങ്കുന്നം ബ്രിഡ്ജിൻ്റെ സമീപമായ മായ ടവറിൽ ബേസ്മെൻറ്റ് ഫ്ലോർ പ്ലസ് ഗ്രൗണ്ട് ഫ്ലോർ, ഈ 2 ഫ്ലോറിൽ നമ്മൾ തുടർച്ചയായി ഇവിടെ അങ്ങോട്ട് പ്രവർത്തനം ആരംഭിക്കുകയാണ്.